Hello, my dear students. How are you all? All of you going good? Okay. Then, welcome back to our EVS class. Last class we will discuss about the Dandi March. All of you understood? Okay. Then, we will continue our class. All of you take your book. Ready? Okay, page number 35. In the last portion, the violation of the SALT law marked the beginning of the civil disobedience movement in the country. അങ്ങനെ നമ്മുടെ ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടതോടുകൂടി എന്തിന് തുടക്കം കുറിച്ചു? ദ ബിഗിനിങ് ഓഫ് സിവിൽ ഡിസബോയിഡൻസ് മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി. നിയമലംഘനത്തിന് തുടക്കമായി ആദ്യമായി ഉപ്പ് നിയമം ലംഘിച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ നിയമലംഘനത്തിന് നേതൃത്വം നൽകി. ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 36. പേജ് നമ്പർ 36. കേരള ആൻഡ് ദ സാൾട്ട് സത്യാഗ്രഹ. യു റീഡ് ദ song, patriotic song. The patriotic song written by അംശി നാരായണ പിള്ളൈ. അംശി നാരായണ പിള്ളൈ. ഓക്കെ. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകനാം. ഹു ഇസ് റിട്ടൺ ബൈ അംശി നാരായണ പിള്ളൈ. Okay, then next paragraph. Such songs provided more enthusiasm to the struggle for freedom. enthusiasm, ആളുകളിൽ ആവേശം നിറയ്ക്കാൻ ഇതുപോലുള്ള ദേശഭക്തി ഗാനങ്ങൾക്ക് സാധിച്ചു. സിംഗിങ് ദീസ് സോങ്സ് ദ സത്യാഗ്രഹീസ് സെറ്റ് ഫോർ ദ പയ്യന്നൂർ സീ ഷോർ ഇൻ കണ്ണൂർ ടു വയലേറ്റ് ദ ലോ ഓൺ സാൾട്ട് ടാക്സ്. നമ്മുടെ കേരളത്തിലെ കണ്ണൂരിലെ പയ്യന്നൂർ കടൽ തീരത്തും ഇതുപോലെ ഉപ്പ് കുറുക്കൽ സത്യാഗ്രഹം നടന്നു. സത്യാഗ്രഹീസ് സെറ്റ് ഫോർ ദ പയ്യന്നൂർ സീ ഷോർ ഇൻ കണ്ണൂർ ടു വയലേറ്റ് ദ ലോ ഓൺ സാൾട്ട് ടാക്സ്. കെ കേളപ്പൻ ലെഡ് ദ പ്രൊട്ടസ്റ്റ് ഇൻ കേരള. Later he came to be known as കേരള ഗാന്ധി. ഇതിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. അദ്ദേഹമാണ് അതിന് ലീഡ് ചെയ്തത്. ലെഡ് ദ പ്രൊട്ടസ്റ്റ് ഇൻ കേരള. കേരളത്തിലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുടെ പേരാണ് കെ കേളപ്പൻ. പിന്നീട് അദ്ദേഹം എങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി? ലേറ്റർ ഹി കെയിം ടു ബി നോൺ ആസ് കേരള ഗാന്ധി. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, ഹു ഈസ് കേരള ഗാന്ധി? yes, K Kelappan. All of you underline that lines. Okay. Then next paragraph. Many leaders including Gandhiji who took part in the salt satyagraha were arrested. ഗാന്ധിജിയും ഗാന്ധിജിയുടെ അനുയായികളും എന്ത് ചെയ്തു? സാൾട്ട് സത്യാഗ്രഹക്കെതിരെ ഉപ്പ് ലംഘനത്തിനെതിരെ നടത്തിയ സമരങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. They were brutally beaten up by the police. അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, അതിക്രൂരമായി അവരെ അടിച്ചമർത്തുകയും ക്രൂരമായി ആക്രമിക്കുകയും പോലീസുകാർ ചെയ്തു. മർദ്ദിച്ചു. ബീറ്റൺ, മർദ്ദനം. Then identify other similar protests in Kerala related to the freedom struggle. 1. മലബാർ rebellion. ഇവിടെ തന്നിട്ടുണ്ട് ഇതുപോലെ ഉപ്പ് സത്യാഗ്രഹം നടത്തിയതുപോലെ കേരളത്തിൽ നടത്തിയതുപോലെ മറ്റ് പല സമരത്തിനും കേരളം സാക്ഷിയായിട്ടുണ്ട്. ഏതെല്ലാമാണത്? ഒന്നിവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, മലബാർ കലാപം. മലബാർ കലാപം. ഇനി 2 പോയിന്റ് നിങ്ങൾ കണ്ടെത്തൂ. ദെൻ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരങ്ങളുണ്ട്. കേരളവർമ്മ പഴശ്ശിരാജ. ദെൻ revolutes organized by പഴശ്ശിരാജ in മലബാർ. revolutes organized by പഴശ്ശിരാജ in മലബാർ. revolutes organized by വേലുത്തമ്പി ദളവ in
ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളും കേരളത്തിലെ എടുത്തു പറയേണ്ട സമരങ്ങളാണ്. ദെൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരള. യു സീ ദിസ് ബോക്സ്, ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. all of you listen. ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരള. ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരള. നമ്മുടെ കേരളത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് പരിചയപ്പെടാം. ബിസൈഡ്സ് കെ കേളപ്പൻ, നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. കേരളത്തിലെ പ്രമുഖനായ നേതാവാണ് കെ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. കൂടാതെ നെക്സ്റ്റ് ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ എക്സെട്ര. കേരളത്തിലെ മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്? ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ. ഇവരെ കൂടാതെ ഇനിയും ധാരാളം പേരുണ്ട്. were the main leaders who led the freedom struggle in Kerala. ഇവരെല്ലാവരും കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. കേരളത്തിൽ മുമ്പിൽ നിന്നുകൊണ്ട് നടത്തിയ സമരങ്ങളുടെ മുൻപന്തിയിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് ഇൻ കേരള എന്നുള്ള ഈ ബോക്സും കൂടെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ആഡ് ചെയ്യുക. അവരുടെ പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പേജ് 37. Quit India. Quit India means leave India. Another name, leave India. 1942. ഇയർ എന്നാണ് 1942 അല്ലേ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നടത്തിയ എന്താണ്? ക്വിറ്റ് ഇന്ത്യ, ലീവ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് പോകൂ, കടന്നു പോകൂ എന്ന് ബ്രിട്ടീഷുകാരോട് നമ്മൾ ആഹ്വാനം ചെയ്തു. Jawaharlal Nehru presented the Quit India resolution at the Congress session held in Bombay. Then Gandhiji called for the ultimate struggle for freedom. Let us prepare for the ultimate struggle, a strong struggle that excels all earlier struggles. Till now, we protested in a peaceful way. Now, it is time to finish this up as early as possible. The slogan Quit India (Leave India) added vigor to the struggle. Then do or die, the exhortation of Gandhiji was taken up by the masses. Everyone, including students, joined the struggle. We observe August 9 as Quit India Day. We have several other leaders who fought bravely for freedom. Let us familiarize them. Jawaharlal Nehru, Sardar Vallabhai Patel, Balagangadhar Tilak, Subhash Chandra Bose, Gopalakrishna Gokhale, Bhagat Singh, Sarojini Naidu, Khan Abdul Ghaffar Khan, Dr. S. Rajendra Prasad, Maulana Abdul Kalam Azad. It was the result of the sacrifice and struggles of several such brave patriots that India became independent on 15 August 1947. Then the next you studied about the important topic. We read it the topic, the Quit India 1942. നമ്മൾ ഈ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന അല്ലേ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബോംബെയിൽ വെച്ചൊരു കോൺഗ്രസ് സെക്ഷൻ ചേരുകയും അതിൽ ഗാന്ധിജി പറഞ്ഞ എന്താണ്? ഇതൊരു അൾട്ടിമേറ്റ് സ്ട്രഗിളാണ്, നമ്മളിത് ഏറ്റവും വലിയൊരു സമരമാണ് നമ്മൾ നടത്തുന്നത് അല്ലെ, ഏറ്റവും വലിയ ഒരു സമരമുഖത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അല്ലെ, ഇത് മുമ്പ് നടത്തിയ സമരങ്ങളെക്കാൾ ഏറ്റവും വലുതാണ് അല്ലെ. അതിന് പറയുന്ന സ്ലോഗൻ എന്താണ്? ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക.
ദെൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ ഒരു സംഭവം അരങ്ങേറിയതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ, ഇന്ത്യയിലൊട്ടാകെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി ഈ സമരത്തിൽ പങ്കെടുക്കുകയും അവസാനം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. 1947 ഓഗസ്റ്റ് 15 നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യ സ്വതന്ത്രമായി, ഇന്ത്യ ഫ്രീഡം നേടി. Then the United Nations has declared October 2nd, the day of Gandhi's birth, as World Non-Violence Day. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് നമ്മൾ എന്ത് ചെയ്തു? ഗാന്ധിജീസ് ബർത്ത് ആസ് വേൾഡ് നോൺ വയലൻസ് ഡേ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു നോൺ വയലൻസ് ഡേ എന്ന് നമ്മൾ ആചരിക്കുന്നു. ദിസ് ഈസ് ദ വേൾഡ്സ് റെക്കഗ്നിഷൻ ഓഫ് മഹാത്മാ ഗാന്ധീസ് മെസ്സേജ് ഓഫ് അഹിംസ. അതിൽ അദ്ദേഹം എന്തു പറയുന്നു? അഹിംസയിലൂന്നിയ സമരം, അല്ലേ? അഹിംസയിലൂന്നിയ സമരത്തിന് അദ്ദേഹം ആഹ്വാനം നൽകുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ബർത്ത്ഡേ എന്നാണ് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി എന്ന് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ വേൾഡ് നോൺ വയലൻസ് ഡേ ആയി ആചരിക്കുന്നു. ഓക്കെ, then you collect the freedom fighters pictures and paste in your notebook. Freedom fighters pictures and paste in your EVS notebook. Ready? The chapter is over. Then we will going to next the significant learning outcomes, page number 38. The learner explains the pitiable condition of India before independence. നമ്മുടെ pitiable condition of India before independence. Then നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ, വളരെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. ബിഫോർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഇന്ത്യയുടെ വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. Then next point identifies and states the noble character of Gandhiji. ഗാന്ധിജിയുടെ ക്യാരക്ടർ, ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. Identifies and mentions major events in the history of the Indian freedom struggle. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ, ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെക്കുറിച്ച്, ചരിത്രങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി. Describes the cruelty shown by the British to suppress the Indian freedom struggle. ബ്രിട്ടീഷുകാർ നമ്മുടെ സമാധാനപരമായ സമരത്തെ എങ്ങനെ അടിച്ചമർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കി. Identifies and explains the importance of the salt സത്യാഗ്രഹ. കൂടാതെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും നമ്മൾ ഇതിലൂടെ പഠിച്ചു. Identifies and prepares note on the importance of the Quit India movement. പിന്നീട് നമ്മൾ പഠിച്ചു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ 1942 നമ്മൾ നടത്തിയ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചും നമ്മളിതിലൂടെ മനസ്സിലാക്കി. ഇതൊക്കെയാണ് നിങ്ങൾ നേടിയ നൈപുണികൾ. എന്തെല്ലാമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നേടിയ അറിവുകൾ എന്നാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. Then let us access who is known as Kerala Gandhi. Tell me, who is known as Kerala Gandhi? Yes, 3 options here. K. Kelappan, E. Moidu Moulavi, Amshi Narayana Pillai. No doubts. Tell me, who is Kerala Gandhi? Yes, K. Kelappan. All of you tick the answer. Okay, then second one, which one of the following is the part of non-cooperation movement? Which one of the part of non-cooperation movement? Champaran Satyagraha, boycott of foreign clothes, Kheda Satyagraha. Yes, everyone, you tick the option 2, boycott of foreign clothes. അല്ലേ, ഇന്ത്യയിൽ നിന്ന് ഫോറിൻ വസ്ത്രങ്ങളെ ബഹിഷ്കരിക്കുക. നിസ്സഹകരണ സമരത്തിലെ ഡിമാൻഡ്സുകളിൽ ഒന്നാണ് ഇത്, ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്. ആൾ ഓഫ് യു ടിക്ക് ദ സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് വൺ, ക്വിറ്റ് ഇന്ത്യ ഡേ. എന്നാണ് ക്വിറ്റ് ഇന്ത്യ ഡേ? ദ ഓപ്ഷൻസ്: എ ഒക്ടോബർ 2, ഒക്ടോബർ 2 ഓപ്ഷൻ ബി ഓഗസ്റ്റ് 9 ആണോ? സി ഓഗസ്റ്റ് 15 എന്നാണ് നമ്മുടെ
ക്വിറ്റ് ഇന്ത്യ ഡേ നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ്? യെസ്, എന്നാണ്? ഓഗസ്റ്റ് 9. അപ്പോൾ ഒക്ടോബർ 2 എന്താണ്? യെസ്, ഗാന്ധീസ് ബർത്ത് ഡേ, ഗാന്ധി ജയന്തി. നമ്മൾ എന്താ ഒക്ടോബർ 2 എന്തായി ആഘോഷിക്കുന്നു? ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. Then what was the exhortation of Gandhiji in the Quit India movement? ഗാന്ധിജിയുടെ സ്ലോഗൻസ്, ഗാന്ധിജിയുടെ ആഹ്വാനം എന്തായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ? എന്തായിരുന്നു ഗാന്ധിജി പറഞ്ഞത്? ഒരൊറ്റ വാക്കിൽ തന്നെ പറഞ്ഞു, ഡു ഓർ ഡൈ, അല്ലേ? പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മരിക്കൂ. ഇന്ത്യയിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഡു ഓർ ഡൈ. Then you write the answer, do or die. Okay, prepare note on the importance of the salt satyagraha. Then you write importance of salt satyagraha. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉപ്പിനുള്ള പ്രാധാന്യം, എന്തുകൊണ്ടാണ് അവർ ആ സമരം നടത്തിയത് എന്നൊക്കെ, എങ്ങനെയാണ് ഗാന്ധിജിയും അനുയായികളും അതിനെ നേരിട്ടത് എന്നെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് കുറിപ്പാക്കി ഒരു പാരഗ്രാഫാക്കി എഴുതുക. ഓക്കെ. ദെൻ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, നിങ്ങൾക്കുള്ള തുടർ പ്രവർത്തനം കൂടെ തന്നതിന് ശേഷം ഈ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. തുടർ പ്രവർത്തനം നമ്പർ 1, കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ ലീഡേഴ്സ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള. പ്രത്യേകം ശ്രദ്ധിക്കണം, കേരളത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങളും അവരുടെ ഡീറ്റെയിൽസുമാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ കളക്ട് ചെയ്യേണ്ടത്. നമ്പർ 2, കളക്ട് പിക്ചേഴ്സ് ഓഫ് ബ്രേവ് പാട്രിയോട്ടിക്സ് ഹൂ ടുക്ക് പാർട്ട് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. റൈറ്റ് ബ്രീഫ് നോട്ട്സ്. ഏതെല്ലാം ദേശാഭിമാനികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട ബ്രേവ് പാട്രിയോട്സിനെ കുറിച്ചും അവരുടെ നോട്ട്സ്, അവരെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു നോട്ട്സ് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ദെൻ നെക്സ്റ്റ് 1, കളക്ട് സോങ്സ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് പാട്രിയോട്ടിക് സോങ്സ് ആൻഡ് സിംഗ് ദം. നമ്മളിപ്പോൾ വരിക സഹചര്യ എന്നുള്ള നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു, അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. അതുപോലുള്ള ദേശഭക്തി ഗാനങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി ചേർക്കുക. അത് ഒന്നിച്ച് ചേർന്ന് പാടുകയും ചെയ്യുക. എപ്പോഴാണ് നമ്മൾ ആഗസ്റ്റ് 15-നെല്ലാം അല്ലേ നമ്മൾ ദേശഭക്തി ഗാനങ്ങളെല്ലാം ചൊല്ലാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം ദേശഭക്തി ഗാനങ്ങൾ ലഭിക്കും. അതെല്ലാവരും നോട്ട് ചെയ്യുക, കാണാതെ പഠിക്കുക. ദെൻ കളക്ട് ദ സ്ലോഗൻസ് റിലേറ്റഡ് ടു ദ ഫ്രീഡം സ്ട്രഗിൾ. കളക്ട് ദ സ്ലോഗൻസ്, അല്ലെ ഗാന്ധിജി പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ, അങ്ങനെയുള്ള സ്ലോഗൻസ്, ഗാന്ധിജി നൽകിയിട്ടുള്ള സ്ലോഗൻസ്, നിങ്ങൾ ഗാന്ധിജിയെ പോലെ മറ്റുള്ളവർ നൽകിയിട്ടുള്ള ഒരുപാട് സ്ലോഗൻസ് ഉണ്ട് റിലേറ്റഡ് ടു ഫ്രീഡം സ്ട്രഗിൾ. അത് നിങ്ങൾ കളക്ട് ചെയ്ത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ദെൻ റീഡ് ദ ഫോളോയിങ് ബുക്സ് ടു നോ മോർ അബൌട്ട് ഗാന്ധിജി. കുട്ടികളുടെ മഹാത്മാ ഗാന്ധിജി, മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത്. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ 2 പുസ്തകങ്ങളുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. കുട്ടികളുടെ മഹാത്മാ ഗാന്ധി എന്നുള്ളതും മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്നുള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള ഗാന്ധിജിയുടെ ജീവചരിത്രവും നിങ്ങൾ വായിച്ച് ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ദെൻ prepare short plays based on the life of Gandhiji and events of our freedom struggle. Enact them during the celebration of our national days in your school. അപ്പോൾ സ്കൂൾ നമ്മളിപ്പോൾ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നിങ്ങൾ ടി വിയിലൊക്കെ ധാരാളം ആഗസ്റ്റ് 15 ആയാൽ ടി വിയിലും ഫോണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രവർത്തനങ്ങളും ഗാന്ധിജിയെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം പറയുന്നത് കാണാം. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആഘോഷിക്കുക. ഡോക്യുമെൻ്ററി ഫിലിം ഷോ ഓൺ ഫ്രീഡം സ്ട്രഗിൾ ഗാന്ധിജി. ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഫിലിംസോ ഗാന്ധിജിയെ സംബന്ധിക്കുന്നതും സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിക്കുന്നതുമായ വീഡിയോസും അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി, അതൊരു സിനിമ പോലെ തന്നെയാണ്. അതിൽ ഗാന്ധിജിയെക്കുറിച്ചും ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചും നമ്മുടെ ഇന്ത്യക്കാർ നേരിട്ട കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള വീഡിയോസ് ഇന്ന് ലഭ്യമാണ്. നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരുപാട് പേരുടെ കഷ്ടതകളിൽ നിന്നും അവരെ ജീവൻ ത്യജിച്ചുമാണ് നമ്മൾ നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ വി വിൽ
conclude our chapter. All of you understood and note everyone write in your notebook in the question and answers. Okay, then any doubt you will discuss it in our group. Okay, thank you.